ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു വ്ളോഗാട്ടോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കാമെന്നുള്ളത് മസ്റ്റായ കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ അതിക്ക് മുമ്പ് എഴുന്നേറ്റ് തന്നെ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കിടന്നതിന് ശേഷം ഞാൻ പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചായ കുടിക്കും. അത് പല്ലൊക്കെ തേച്ചിട്ടാട്ടോ ചായ കുടിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ദോശയ്ക്ക് അരച്ച് വെച്ച മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ മാവ് എടുത്തിട്ട് ദോശ ചുട്ട് തുടങ്ങി. രാവിലെ തന്നെ എല്ലാ പണികളും ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 10 ദോശ അവിടെ ചുട്ട് വയ്ക്കും. പിന്നെ അതിനുള്ള കറിയും ആക്കണം. കറി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. അപ്പം അത് അവിടെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അത് മതി. ചിക്കൻ്റെ കറി ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ അവർ അത് കൂട്ടി ദോശയെല്ലാം തിന്നും. പിന്നെ ചേട്ടനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ചേട്ടൻ പുറത്തേക്ക് പണിക്ക് പോയി. ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും പുള്ളിക്ക് പണിയുണ്ട്. അപ്പോൾ പുള്ളി പണിക്ക് പോയി വൈകുന്നേരമേ വരുള്ളൂ. കല്ലുമണ്ടിയിലാണ് പുള്ളിക്ക് പണി. അപ്പോൾ പുള്ളി പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവാതെ വരാറില്ല. അപ്പോൾ ചോറൊന്നും അങ്ങനെ കഴിക്കൂല. പിന്നെ വൈകുന്നേരം വന്നാലും ചപ്പാത്തിയാണ് കഴിക്കുക. അപ്പോൾ ചപ്പാത്തി പിന്നെ രാത്രി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ദോശേൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തവിടെ വെച്ചിട്ട് വേണം ചിക്കൻ റെഡിയാക്കി വയ്ക്കാൻ. ചിക്കൻ ഇന്നലെ വെച്ചതാട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കുട്ടികൾ എഴുന്നേൽക്കുമ്പോഴേക്കും ദോശയും ചിക്കനും ആക്കി അവിടെ വെച്ചാൽ അവർക്ക് ആവശ്യമുള്ളത് അവർ കഴിച്ചോളുമല്ലോ. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം അലക്കാനൊക്കെ പോകാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ദോശ. ഈ ദോശ ഇങ്ങനെ കുറേ ആക്കി വെച്ചാൽ കുട്ടികൾ എപ്പോഴാണെങ്കിലും എടുത്ത് കഴിച്ചോളൂ. അവർക്ക് ചോറൊന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. പകരം ഇങ്ങനെ ദോശ, പുട്ട്, ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനാണ് അവർക്കിഷ്ടം. അപ്പോൾ മാവൊക്കെ നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറേ പാത്രമുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. പാത്രങ്ങൾ ഒരുപാടുണ്ടാവും. കാരണം കുട്ടികൾ ചെറുതായതുകൊണ്ട് അവർ ഓരോ പാത്രങ്ങളെടുത്തിങ്ങനെ എന്തെങ്കിലും തിന്ന് കൂട്ടിയൊക്കെ ഇടും. അപ്പോൾ തന്നെ ഞാൻ കഴുകി വെച്ചാലും ഞാൻ കാണാതെ തന്നെ വാഷ് ബേസിനിൽ ഒരു ഇന്ന പാത്രം ഉണ്ടാവും. പിന്നെ ഞാൻ രാത്രി ആകുമ്പോൾ വിചാരിക്കുകയാണ് രാവിലെ കഴുകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പാത്രം അവിടെ വേസ്റ്റെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കും. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് വേണം എനിക്ക് പാത്രം കഴുകി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ പാത്രമൊക്കെ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് പാത്രമൊക്കെ കഴുകാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലവർ പാട്ടൊക്കെ വെച്ചേക്കണാനും അതൊക്കെ കേട്ട് നല്ല രസത്തിൽ പാത്രമൊക്കെ കഴുകിയെടുക്കും. അത് കഴിഞ്ഞിട്ട് വേണം ഇനി അലക്കാൻ പോകാൻ. അലക്കാൻ ഒരുപാട് തുണിയൊക്കെ ഉണ്ട്, എങ്കിലും അതൊക്കെ സമയമായിട്ട് ചെയ്യുള്ളൂ. ഇനി ചിക്കൻ്റെ കാര്യം കണ്ടോ. ചിക്കൻ ഇന്നലെ വെച്ചതാണ്, പകുതിയുള്ളൂ. ബാക്കി ഇന്നലെ ഞങ്ങൾ തിന്നു. നല്ല ദോശ, നല്ല സോഫ്റ്റ് ദോശയും ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പല്ല് തേച്ചുകൊണ്ട് ഞാൻ നേരത്തെ ആഹാരം കഴിക്കാനിരിക്കുക കേട്ടോ. എനിക്ക് രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കണം. അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി പണിയൊക്കെ തുടങ്ങാൻ. അപ്പോഴേക്കാണ് കുട്ടികൾ എഴുന്നേൽക്കുള്ളൂ. അവധി ഉള്ളതുകൊണ്ടാട്ടോ അവർ നേരം വൈകി എഴുന്നേൽക്കണേ. അവധിയില്ലെങ്കിൽ അവർ 6 മണിയാകുമ്പോഴത്തേക്കും എഴുന്നേൽക്കുകയൊക്കെ ചെയ്യും. എന്നോട് കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. അപ്പം നല്ല കിടിലൻ ദോശ കേട്ടോ. ഞാൻ ഇത്രയും നല്ല രീതിയിൽ ദോശയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എങ്കിലും നല്ല ദോശയാണ്. ഞാനധികം ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നല്ലെങ്കിൽ പുളിച്ചങ്ങനെ പുറത്തേക്ക് ഒഴുകിപ്പോവുക, അല്ലെങ്കിൽ ശരിക്കും പുളിക്കാറില്ല. അപ്പം ഇന്ന് നല്ല രസത്തിൽ ദോശ കിട്ടിയിട്ടോ. കുറച്ച് ഞാൻ ശ്രദ്ധ കൊടുത്തു. അതുകൊണ്ട് നല്ല അടിപൊളി ദോശയും നല്ല ചിക്കൻ്റെ കറിയും കൂട്ടി തിന്നാൻ പറ്റി. ഇനി കുട്ടികളെ എഴുന്നേറ്റിട്ടാകുമ്പം അവർക്കും കൊടുത്താൽ അവരും നല്ലത് പറയുമല്ലോ. അപ്പം ഇന്നെങ്കിലും നല്ല ദോശ തിന്നു. അത് കാരണം